നമസ്കാരം. UPA ഭരണകാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിലും പിന്നണിയിൽ കരുക്കൾ നീക്കിയത് സോണിയാഗാന്ധിയായിരുന്നു. ഇന്ത്യയെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഭാഗങ്ങൾ ശത്രുരാജ്യത്ത് നൽകിയതും അടക്കം വലിയ തെറ്റുകൾ കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്ഥലമായ സിയാച്ചിൻ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ സോണിയാഗാന്ധി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞതും അതിനെ എതിർത്ത് തോൽപ്പിച്ചതും അന്ന് കരസേനാ മേധാവിയായി കോൺഗ്രസ് സർക്കാർ നിയമിച്ച ആളാണ് ജെ സിംഗ്. അദ്ദേഹമാണ് ഇതിനെല്ലാം തള്ളിക്കളഞ്ഞത്. ഈയിടെ റിപ്പബ്ലിക് ടിവിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ജെ സിംഗ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അന്ന് സോണിയാഗാന്ധിയുടെ തീരുമാനമായിരുന്നു അവസാന വാക്ക്. സിയാച്ചിൻ ചൈനയ്ക്ക് നൽകാൻ സോണിയാഗാന്ധി നിർദ്ദേശിച്ചപ്പോൾ ആ ഉത്തരവിൽ ഒപ്പിടാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തയ്യാറായി. ആ സമയത്താണ് കരസേനയിൽ നിന്നും അതിശക്തമായ എതിർപ്പുണ്ടായത്. കാരണം സിയാച്ചിൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള പ്രദേശമാണെന്ന് കരസേനാ മേധാവിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. തങ്ങൾ നിയമിച്ച കരസേനാ മേധാവി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചത് സോണിയാഗാന്ധിയെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ സൈന്യത്തിന്റെ വെറുപ്പ് വാങ്ങി വെക്കേണ്ടെന്ന് കരുതി ഈ നിർദ്ദേശം അന്ന് സോണിയാഗാന്ധി പിൻവലിക്കുകയായിരുന്നു. സോണിയാഗാന്ധിയുടെ ചൈന ബന്ധം കുപ്രസിദ്ധമാണ്. 2007 സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചൈനയിലേക്ക് ഒരു പ്രതിനിധി സംഘം പോയി. അന്ന് പ്രസിഡന്റ് ഹു ജിൻതാവോയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി വിജോവോയും കണ്ടു. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സോണിയ ചൈനയിൽ പോയി പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് പ്രഖ്യാപിച്ച സോണിയ സിയാച്ചിൻ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതിനെയാണ് സേന എതിർത്തത്. 2014 ചൈനയുടെ ഷി ജിൻപിങ് ഇന്ത്യയിലെത്തി സോണിയാഗാന്ധിയുമായും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായും കണ്ടിരുന്നു. 2000 ചൈന എംബസിയിൽ നിന്നും ചൈനീസ് സർക്കാരിൽ നിന്നും വൻ തുക സോണിയാഗാന്ധിക്ക് ലഭിച്ചിരുന്നു. ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ഉണ്ടായത്. 2006 ചൈന ചാരിറ്റി ഫൗണ്ടേഷൻ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് 10 ലക്ഷം രൂപ സംഭാവന നൽകിയതും വലിയൊരു വിവാദമായി മാറി. ഒട്ടനവധി പണം ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നടക്കം സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മൻമോഹൻ സിംഗിനെ വെറും ഡമ്മിയാക്കി ഇരുത്തിക്കൊണ്ടാണ് സോണിയ ഇത്രയും കാലം 10 വർഷത്തോളം ഭാരതം ഭരിച്ചത്. അതായത് ഏതെങ്കിലും ഒരു ഒപ്പിടാനോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിച്ചിരുന്ന മൻമോഹൻ സിംഗിനെ കാണാൻ വന്നാൽ മൻമോഹൻ സിംഗ് ആദ്യം ഫോൺ വിളിക്കുന്നത് കോൺഗ്രസ് ആസ്ഥാനത്തേക്കാണ്, സോണിയാഗാന്ധിയാണ്. എന്നിട്ട് നേരെ ഇവരെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആസ്ഥാനത്തേക്കായിരിക്കും. അല്ലെങ്കിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വരും. വന്നിട്ട് സോണിയാഗാന്ധിയാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. എന്തിനും ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം മൻമോഹൻ സിംഗിനോട് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് പറയുന്നത് സോണിയാഗാന്ധിയോട് ചോദിച്ചിട്ട് പറയാം എന്നാണ് മൻമോഹൻ സിംഗും പറയുന്നത്. അപ്പോൾ 10 വർഷത്തോളം രാജ്യത്തെ ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിപ്പോഴും BJPയുടെ കയ്യിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ ഭാരതം BJP ഭരിക്കാൻ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ, കോൺഗ്രസിനെ നമ്മൾ തകർത്തെറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പോക്ക് വളരെ വലിയ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമായിരുന്നു.